വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതും സർക്രീക്ക് മേഖലയെ ചൊല്ലി. എന്താണ് സർക്രീക്കിന്റെ പ്രത്യേകത? ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം തന്ത്രപ്രധാനമാണ് ഈ ഇടം? രാജ്നാഥ് സിംഗിന്റെ പ്രതികരണത്തോടെ നിയമവിരുദ്ധമായി ഈ പ്രദേശം കൈവശപ്പെടുത്താനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തിയാൽ ചരിത്രം തന്നെ മാറിമറിയാമെന്നാണ് മുന്നറിയിപ്പ്. സർക്രീക്ക് എന്ന പ്രദേശത്തിന് തന്ത്രപരമായി അത്രയേറെ പ്രാധാന്യമുണ്ടെന്നതാണ് അതിന് കാരണം. ഗുജറാത്തിലെ കച്ചിനും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയ്ക്കുമിടയിൽ ഇന്ത്യ പാക് അതിർത്തി പ്രദേശമാണ് സർക്രീക്ക്. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള 96 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വേലിയേറ്റ ജലപാതയായ സർക്രീക്ക് തർക്കപ്രദേശം മാത്രമല്ല, തന്ത്രപ്രധാനമായ മേഖല കൂടിയാണ്. പലതവണ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിച്ചെങ്കിലും സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷത്തിനിപ്പുറവും സമവായം കണ്ടെത്താനായിട്ടില്ല. പാകിസ്ഥാൻ സൈന്യം ഈ മേഖലയിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് രഹസ്യ റിപ്പോർട്ടുകൾ. ഈ പശ്ചാത്തലത്തിലാണ് കടുത്ത ഭാഷയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മറുപടി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം. 1947 അതിർത്തികൾ നിർണയിച്ചപ്പോൾ കച്ച് ഇന്ത്യയിലും സിന്ധ് പാകിസ്ഥാനിലുമായി. ഏഷ്യയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന സ്രോതസ്സു കൂടിയാണ് ഈ ഇടം. ഈ പ്രദേശത്ത് എണ്ണ വാതകശേഖരം ഉണ്ടാകാനുള്ള സാധ്യതയും ചർച്ചകളിൽ നിറഞ്ഞിരുന്നതാണ്. ശൈത്യകാലത്ത് ഫ്ലെമിംഗോകളുടെയും മറ്റ് ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രമായതിനാൽ വലിയ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശം കൂടിയാണിവിടം. 1908 കച്ച് ഭരണാധികാരിയും സിന്ധ് സർക്കാരും തമ്മിൽ പ്രദേശത്തു നിന്നും വിറക് ശേഖരിക്കുന്നതിനെ ചൊല്ലി തുടങ്ങിയ തർക്കമാണ് ഇന്നും അവസാനിച്ചിട്ടില്ല. കച്ച് റാവുവും സിന്ധ് പ്രവിശ്യ സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച 1914 ബോംബെ ഗവൺമെന്റ് പ്രമേയമനുസരിച്ച് പാകിസ്ഥാൻ ഈ പ്രദേശം അവരുടേതെന്ന് അവകാശപ്പെടുന്നു. 1965 യുദ്ധത്തിന് ശേഷം അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹെറോൾഡ് വിൽസൺ ഇടപെട്ട് തർക്കം പരിഹരിക്കുന്നതിനായി ഇന്ത്യയും പാകിസ്ഥാനും ഒരു ട്രൈബ്യൂണൽ സ്ഥാപിച്ച ചരിത്രവുമുണ്ട്. ഈ മേഖലയിൽ പാകിസ്ഥാൻ സൈനികപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് മേഖലയുടെ സമാധാനം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആവർത്തിച്ച് നൽകുന്ന മുന്നറിയിപ്പുകൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മേഖലയ്ക്ക് ഇത്ര പ്രാധാന്യം? സർക്രീക്ക് വെറുമൊരു ജലപാതയല്ല, ഇന്ത്യ പാക് അതിർത്തിയിലെ അതീവ പ്രാധാന്യമുള്ള മേഖല കൂടിയാണിവിടം. ഇവിടെ പാകിസ്ഥാൻ നടത്തുന്ന ഏതൊരു കടന്നുകയറ്റത്തെയും ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സർക്രീക്ക് കൈപ്പിടിയിലായാൽ സൈനിക നീക്കത്തിലും തന്ത്രപരമായ മേൽക്കൈ ലഭിക്കും. ഒരു യുദ്ധസമാന സാഹചര്യത്തിൽ ഇന്ത്യൻ അതിർത്തികളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനുള്ള വഴിയാകുമിത്. കൂടാതെ ഈ പ്രദേശത്ത് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചാൽ ഗുജറാത്ത് തീരത്തിന് സമീപമുള്ള സമുദ്രപാതകളിൽ സുരക്ഷയും സ്വാധീനവും വർദ്ധിപ്പിക്കാനും പാകിസ്ഥാന് സാധിക്കും. മാത്രമല്ല, റാൻ ഓഫ് കച്ചിനെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുനരുപയോഗിക്കാവുന്ന ഊർജോൽപാദന മേഖലയാക്കി മാറ്റാനുള്ള ശ്രമം നടന്നുവരികയുമാണ്. മറ്റൊരു കാര്യം, സർക്രീക്കിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ പാക് സൈന്യവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല എന്നുള്ളതാണ്. ഭീകര നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്ക് ഈ മേഖല ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നും ഇന്ത്യ സംശയിക്കുന്നു. 2018-2019 വർഷങ്ങളിൽ കള്ളക്കടത്തും നുഴഞ്ഞുകയറ്റവും നടത്തുന്നു എന്ന് സംശയിക്കുന്ന ബോട്ടുകൾ ഇന്ത്യ ഈ പ്രദേശത്ത് തടഞ്ഞിട്ടുമുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് കടലിനടിയിലൂടെയും ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും
ഈ മേഖലയുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നതിന് ഇങ്ങനെ കാരണങ്ങൾ നിരവധിയുണ്ട്. ഇന്ത്യ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായപ്പോഴെല്ലാം പാകിസ്ഥാൻ അത് അവഗണിച്ചു. പിന്നെയും പ്രകോപനം തുടർന്നു. ലേ മുതൽ ക്രീക്ക് വരെ പല തവണ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ചു. എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പാകിസ്ഥാന് കനത്ത നഷ്ടം വരുത്താൻ കഴിയുമെന്ന സന്ദേശം ഇതിനോടകം നൽകിയതാണ്. സർ ക്രീക്കിൽ ഓരോ ചുവടിലും പാകിസ്ഥാൻ അത് മറക്കരുത്.